ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഒരു ലഞ്ച് പ്രിപ്പറേഷനാണ്. അപ്പോൾ ഓൾറെഡി എനിക്ക് കുറച്ച് പാവയ്ക്ക മെഴുക്കുവരട്ടി ഫ്രിഡ്ജിലുണ്ട്. പിന്നെ ഒരു സാമൺ ഫിഷ് കറിയും കുറച്ച് കോളിഫ്ലവർ തോരനുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തോരൻ ഓൾറെഡി ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ചോപ്പറിലിട്ടാണ് ചോപ്പ് ചെയ്തത്. അപ്പോൾ ആ ചോപ്പറും രാവിലത്തെ ടീയുടെ കപ്സും മോൻ സീരിയൽസ് കഴിച്ച ബൗളും അങ്ങനെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ആദ്യം കഴുകി വൃത്തിയാക്കി അതിന് ശേഷമാണ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എല്ലാം ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചു. ഫിഷ് എല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഡീഫ്രോസ്റ്റ് ചെയ്ത് വെച്ചു. എല്ലാ കാര്യങ്ങളും അടുപ്പിച്ചിട്ട് പാത്രം കഴുകിയിട്ട് ആണ് കുക്കിംഗ് തുടങ്ങിയത്. അപ്പോൾ ഇന്ന് ഒഴിച്ചുകറി ഒന്നുമില്ല, മോരോ അങ്ങനെ ഒന്നും ഇരിപ്പില്ല. ഫിഷ് കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രേവി ആയിരിക്കും ഞങ്ങൾ ഒഴിച്ചുകറിയായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ പാവയ്ക്ക ഞാനും ഹസ്ബൻഡ് മാത്രമേ കഴിക്കത്തുള്ളൂ, മോന് ഇഷ്ടമില്ല. പാവയ്ക്ക ഫ്രോസൺ പാവയ്ക്കായിരുന്നു മെഴുക്കുവരട്ടിയത്. തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ട് നന്നായിട്ട് മെഴുക്കുവരട്ടിയതാണ്. അപ്പം മീൻകറിക്ക് വേണ്ടിയിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നന്നായിട്ട് വഴറ്റി അതിലേക്ക് മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി ഇത്രയാണ് ഇട്ടത്. അതിന് ശേഷം അതൊന്ന് വഴണ്ട് കഴിയുമ്പം പുളിവെള്ളം ചേർത്തു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിന് ഉലുവപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഉലുവ ഞാൻ ജസ്റ്റ് എൻ്റെ മോട്ടർ ആൻഡ് പെസ്റ്റലിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ പുളിവെള്ളം ചേർത്തു, പുളിയും ചേർത്തു. പുളി ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. പിന്നെ ആവശ്യത്തിന് ഉപ്പും പാകത്തിന് വെള്ളവും ചേർത്തു. പിന്നെ മീൻ ഓരോന്നായിട്ട് അതിനകത്തോട്ടിട്ടു. അതൊന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ മീൻ അതിനകത്ത് പെറുക്കിയിട്ടു. പിന്നെ ചെറുതീയിൽ അടച്ചു വെച്ച് വേവിച്ച് മീൻ കറി റെഡിയായി. അപ്പം കോളിഫ്ലവർ ഇത് ഞാൻ ആദ്യമേ ചോപ്പ് ചെയ്ത് വെച്ചതാണ്. അതിൻ്റെ ചോപ്പറൊക്കെയാണ് വാഷ് ചെയ്തത് ആദ്യം. അപ്പോൾ കോളിഫ്ലവർ, ഓണിയൻ, പിന്നെ പച്ചമുളക്, ഒരു 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ഉപ്പ്, ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി, ഇത്രയും ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ തൂകി അടച്ചു വെച്ച് ഒന്ന് ആവി കയറി കഴിഞ്ഞപ്പം ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർത്തത്, തേങ്ങാപ്പീരയല്ല. ഡെസിക്കേറ്റഡ് കോക്കനട്ടും ചേർത്തു. അതും ഒന്ന് ആവി കയറി കഴിഞ്ഞപ്പം ഒന്ന് ഇളക്കിയെടുത്തു. അങ്ങനെ തോരൻ റെഡിയായി. അപ്പോൾ ഇന്നത്തെ ലഞ്ച് റെഡിയാണ്. അപ്പോൾ പാവയ്ക്ക മെഴുക്കുവരട്ടിയും കോളിഫ്ലവർ തോരനും മീൻ കറിയുമാണ് ഇന്നത്തെ ലഞ്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്.